ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല വാസനയോട് കൂടിയിട്ടുള്ള അതേപോലെ തന്നെ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു സാമ്പാർ പൗഡറാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പഴക്കമുള്ളൊരു പാനാണ് കേട്ടോ ഇത്. പക്ഷേ നമുക്കിതുപോലെ മസാലകളൊക്കെ വറക്കാനായിട്ട് നല്ലൊരു സംഭവമാണ് കേട്ടോ. ഇതിൽ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മുടെ നോൺ സ്റ്റിക്ക് നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് പിന്നെ പോറൽ വീഴാനും. അപ്പോൾ ഇതുപോലെ പഴയ ഒരു പാനാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്ത ഒരു 15 കാശ്മീരി മുളകാണ്. ഇത് നമുക്ക് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ സാദാ മുളകും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇതുപോലെ നമുക്കിതൊന്ന് പരത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ ഈ പാൻ കൊണ്ട്. നമുക്കിതാ നല്ല വട്ടമുള്ളത് കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് പരത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സംഭവം എല്ലാം നല്ലതുപോലെ എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ മൂപ്പ് എത്തിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാൻ കളയാതെ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് കണ്ടോ, ഇതുവരെ ഇത് അരിയൊന്നും അങ്ങനെ കരിഞ്ഞു പോയിട്ടില്ല. അപ്പം നമ്മൾ ഇതുപോലെ ഈ സാമ്പാർ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ മുളക് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഞെട്ട് കളയാതിരിക്കുകയാണെങ്കിൽ ഇതുപോലെ അരി വീടില്ല. അരി വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം പാനിൽ നിന്ന്. ഇനി അടുത്തത് ഇതുപോലെ 15 സാദാ മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സാദാ മുളക് തന്നെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ എരിവ് ഒരുപാട് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചേർക്കാത്തത്. ഇപ്പോൾ ഇതും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അരിയൊന്നും ഇതുപോലെ കരിഞ്ഞു വന്നിട്ടില്ല. ഇനി നമുക്ക് ഇനി മാറ്റാം പാനിൽ നിന്ന്. നമ്മൾ ചേർക്കുന്ന ഈ മുളക് മല്ലി ഇതൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാമ്പാറിന് ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ നമ്മൾ ചേർക്കുന്നത് പരിപ്പാണ് കേട്ടോ. അതായത് നമ്മൾ വടയൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പില്ലേ, കടലപ്പരിപ്പ്, അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ സാധാരണ സാമ്പാർ പൗഡർ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ പകുതി തുവരപ്പരിപ്പ് കൂടി ചേർക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ കടലപ്പരിപ്പ് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അങ്ങനെയും ചെയ്യാം. പകുതി വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇതിന് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്നാണ്. ഉഴുന്നൊരു 1/4 കപ്പ് ഉഴുന്നാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിർബന്ധമില്ല, എങ്കിലും നമ്മുടെ സാമ്പാറിന് ഒരു കൊഴുപ്പ് കിട്ടാനും ടേസ്റ്റ് കിട്ടാനും ഒക്കെയാണ് കേട്ടോ ഞാൻ ഈ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഓവറായിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ കൊഴുപ്പ് കൂടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് കൊഴുപ്പ് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമില്ല കേട്ടോ സാമ്പാറിന്. അതുകൊണ്ട് 1/4 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്കിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്ന് ഇനി മാറ്റാം. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിയാണ്. ഒരു 1/4 കപ്പിന് താഴെ എടുത്തിട്ടുള്ളൂ അരി. ഇത് നമുക്ക് പച്ചരിയോ അല്ലെ ഇതുപോലെ നമ്മൾ ചോറ് വയ്ക്കുന്ന വെള്ളയരിയോ അതല്ലെങ്കിൽ ഒരു ചുമന്ന അരി വരുന്നുണ്ടല്ലോ, അത് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതെല്ലാം ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് പരത്തി പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നല്ലതുപോലെ എല്ലാ അരിമണികളും ഫ്രൈ ആയി വരും. നല്ല ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അതിവിടെ ഫ്രൈ ആയി വന്നു. അത് ഞാൻ പാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി മല്ലിയാണ്. മല്ലി ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ച് മല്ലി എൻ്റെ കയ്യിൽ ഉണ്ടായുള്ളൂ. ഇത്ര മല്ലി ഉണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ബാക്കി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പൊടിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അടുത്ത് നമ്മൾ ചെയ്യുന്നത് കടുകാണ്. അപ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഹൈറ്റ് കുറഞ്ഞ പാനായതുകൊണ്ട് നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം. തെറിച്ച് പുറത്തേക്ക് പോകാതെ ശ്രദ്ധിച്ചിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് കരിഞ്ഞു പോകാതെ മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്ന് ഇനി മാറ്റിയെടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ജീരകമാണ്, ചെറിയ ജീരകം. അത് ഒരു നുള്ളിൽ താഴെ ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം സാമ്പാറിൽ എനിക്ക് ഈ ചെറിയ ജീരകത്തിൻ്റെ സ്മെൽ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ചേർത്ത് കൊടുത്തത് ഒരു പിടി കറിവേപ്പിലയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ്. അത് നമുക്ക് നന്നായിട്ട് തന്നെ ഫ്രൈ ആക്കിയെടുക്കാം. ഇത് കുറച്ച് നന്നായിട്ട് ഫ്രൈ ആയിട്ടില്ലെങ്കിൽ നമ്മുടെ സാമ്പാർ പൗഡർ ചിലപ്പോൾ കേടാകാനുള്ള ചാൻസ് ഉണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് നമുക്കിത് ഫ്രൈ ആക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇതും എല്ലാ സംഭവങ്ങളും. അപ്പോൾ നമുക്ക് കരിഞ്ഞു പോവില്ല, നന്നായിട്ട് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. അടുത്ത നമ്മൾ ചെയ്യുന്നത് ഉലുവയാണ്. ഉലുവ 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഞാൻ.
പിന്നെ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുള്ളവർക്ക് നമുക്കൊരു 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ചെറിയ ജീരകം എന്ന് പറയുന്നത് കുറച്ച് ചേർത്താൽ തന്നെ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റുമാണ് അതിന് വരുന്നത്. അതുകൊണ്ട് വളരെ കുറച്ച് ചേർത്താൽ തന്നെ മതിയാവും. ഇനി നമുക്ക് ഇത് ഉലുവ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്ന് ഇനി മാറ്റാം. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഉലുവ കൂടി എടുത്ത് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് കായമാണ്. ഒരു വലിയ കഷ്ണം കായം ഞാൻ ചെറിയ പീസുകളാക്കിയിട്ട് ഈ പാനിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നല്ലെണ്ണ ചേർത്തിട്ട് വേണമെങ്കിലും ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു സ്മെല്ല് വരും എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ നല്ലെണ്ണ ചേർക്കുന്നില്ല. ഇത് നമുക്ക് ഇപ്പോൾ ഒന്ന് സോഫ്റ്റായി വരുന്നുണ്ട്. പിന്നെ അത് തണുത്ത് കഴിയുമ്പോൾ നല്ല ഹാർഡായിക്കോളും. നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഇത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുന്ന സംഭവമില്ലേ, അതിലേക്കിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ നേരിട്ട് മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മിക്സിയുടെ ബ്ലേഡിനൊക്കെ ചെറിയൊരു പ്രശ്നമുണ്ടാകുമെന്ന് വെച്ചാൽ അറിയില്ല. എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ നമ്മുടെ ദാസേട്ടൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ ഗ്ലാസ്സിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. എനിക്കത് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. പക്ഷേ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ കൂടെ ഇതും ചേർത്തിട്ട് ചതച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നാൽ നന്നായിട്ട് തന്നെ പൊടിഞ്ഞു വരും, കട്ടയായിട്ട് കിടക്കാറില്ല. അപ്പോൾ ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് തണുത്ത് കഴിയുമ്പോൾ നല്ല ഹാർഡായിട്ടുണ്ടാവും, നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് പാകത്തിനായിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഇതും കോരി മാറ്റാം. ഇനി നമ്മൾ ചേർത്ത് വെച്ചിട്ടുള്ള സംഭവങ്ങളെല്ലാം എന്താ ഇതുപോലെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കായം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ ഒരു മിക്സി എടുത്തിട്ട് അതിൻ്റെ ജാറിലേക്ക് ഞാൻ ഇത് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ആദ്യം മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും ഞാൻ പൊടിച്ചെടുക്കും. ഇപ്പോൾ മുളകാണ് മുകളിലുള്ളത്, അതുകൊണ്ട് മുളക് ചേർത്ത് കൊടുക്കുകയാണ്. അടച്ചിട്ട് നമുക്കിത് പൊടിച്ച് കൊണ്ടുവരാം. പിന്നെ ഞാൻ മിക്സിയുടെ മറ്റൊരു ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്കും ഞാൻ ചേർത്ത് കൊടുത്ത് പൊടിക്കുകയാണ്. കാരണം ആ ജാറ് പെട്ടെന്ന് ചൂടായിട്ടുണ്ടാകും. നമ്മൾ പൊടിക്കുമ്പോൾ അങ്ങനെയാണല്ലോ, പെട്ടെന്ന് തന്നെ ചൂടാകും. അതുകൊണ്ട് ഈ ചെറിയ ജാറിലേക്കും ചേർത്തിന് പൊടിക്കുകയാണ്. ഇനിയാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ മല്ലിപ്പൊടി. ഒരു 1/2 കപ്പിലേറെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് പൊടിച്ചതിന് ശേഷം മിക്സ് ചെയ്താലും മതി. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറച്ചുകൂടി മിക്സ് ആയിക്കോളും. ഇപ്പോൾ അത് ആദ്യം പൊടിച്ച മുളകാണ് അതിൽ കൂടുതൽ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ചുമന്ന കളറിൽ വന്നിട്ടുണ്ട്. രണ്ടാമത് പൊടിച്ചതിൽ മഞ്ഞൾപ്പൊടി എടുത്തതുകൊണ്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്തുകൊണ്ട് അത് നല്ല യെല്ലോ കളറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് 2 പ്രാവശ്യം പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ ലാസ്റ്റ് പൊടിച്ചതിലാണ് പരിപ്പുകളൊക്കെ വന്നത് കേട്ടോ, പരിപ്പ് ഉഴുന്നൊക്കെ, അതുകൊണ്ട് അത് ഈ കളറിലാണ്. അപ്പം നമുക്കിത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് വേണമെങ്കിൽ ആ വലിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് 2 പ്രാവശ്യമായിട്ടാണെങ്കിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം പെട്ടെന്ന് തന്നെ മിക്സായി വരും. ഞാനിപ്പോൾ ഇതുപോലെ സ്പൂൺ കൊണ്ടാണ് കേട്ടോ, ഞാൻ 2 സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ ഇതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നല്ലതുപോലെ മിക്സായി വന്നു, അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ജാറിൽ ബാക്കി വരുന്നതുണ്ട്, ഇതിൽ ഫുള്ളൊന്നുമില്ല. ഇത് ഞാൻ ഒരു സിപ്ലോ കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കും കേട്ടോ.